നമുക്കിന്ന് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ മുട്ടച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്കൊരു 2 നുള്ള് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവോള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനി ഒരല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നും കൂടെ വഴറ്റിയ ശേഷം 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി മുറിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 3 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി മുട്ട നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാണ്ട് ഡ്രൈ ആയി പോകരുത്. ഈ ഒരു പരുവാകുമ്പം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ചോറും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് പോരെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട, സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.